ഹായ്. ആരുടെയെങ്കിലും ഫിംഗർ അല്ലെങ്കിൽ കൈപ്പത്തി അല്ലെങ്കിൽ കാൽവിരലുകൾ എന്നിവ കട്ടായി പോയി കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി കട്ടായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് ആ കട്ടായ ഭാഗം കൊണ്ട് പോകേണ്ടത്? ഈ കാര്യത്തെപ്പറ്റി നമുക്ക് ഇന്ന് ഈ വീഡിയോയിലോട്ട് നോക്കാം. ആക്ച്വലി ഇന്ന് ഈവനിങ് ഒരു 4 o'clock ഒരു 23 വയസ്സുള്ള യുവാവ് എമർജൻസിയിലേക്ക് വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ റിംഗ് ഫിംഗറിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. കൂടെ വന്ന യുവാവിൻ്റെ കയ്യിലുള്ള കണ്ടെയ്നറിൽ ആ കട്ടായി പോയ ഫിംഗറിൻ്റെ ബാക്കി ഭാഗം ഒരു ഐസ് ക്യൂബിൽ ഇട്ട് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. എമർജൻസിയിൽ വെച്ച് ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് ആ കട്ടായ ഭാഗം പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ചുകൊണ്ട് എമർജൻസി പ്ലാസ്റ്റിക് സർജറി OTയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ യുവാവിൻ്റെ കയ്യിലുള്ള മോതിരമാണ് ഇത്തരമൊരു ഇഞ്ചുറിക്ക് കാരണം. ആപ്പെ ട്രക്കിൽ നിന്നും സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്ത ശേഷം അതിൻ്റെ റെയിൽസ് പിടിച്ചുകൊണ്ട് താഴേക്ക് ജമ്പ് ചെയ്തതാണ് യുവാവ്. റിംഗ് ഫിംഗറിലുള്ള റിങ് അവിടെ ഹുക്കാവുകയും ഇദ്ദേഹത്തിൻ്റെ വെയിറ്റ് കൊണ്ട് ഈ റിംഗ് ഫിംഗർ മൊത്തമായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ആക്ച്വലി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ ആംബ്യൂട്ടായ ഭാഗം, ആ കട്ടായിരിക്കുന്ന ഭാഗം എടുത്തിട്ട് നല്ല ക്ലീൻ വാട്ടറിൽ അല്ലെങ്കിൽ നോർമൽ സലൈനിൽ ഒരു പ്രാവശ്യം വാഷ് ചെയ്യുക. എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള ഗ്വാസ് പീസ് എടുത്തിട്ട് അതിൽ വാട്ടർ അല്ലെങ്കിൽ സലൈൻ സ്പ്രേ ചെയ്ത ശേഷം അതിൽ കട്ടായ ഭാഗം വെച്ചിട്ട് എയർ ടൈറ്റ് അല്ലെങ്കിൽ വാട്ടർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗിൽ അത് വെക്കുക. ഈ പ്ലാസ്റ്റിക് ബാഗ് വേണം ഐസ് ക്യൂബുകൾക്കിടയിലോ ഐസ് വാട്ടറിലോ വെക്കാൻ. കട്ടായ ഭാഗം ഡയറക്റ്റ് ആയിട്ട് ഐസ് ക്യൂബുമായോ അല്ലെങ്കിൽ വാട്ടറോ ആയിട്ടോ കോണ്ടാക്റ്റ് വരാൻ പാടില്ല. ഇങ്ങനെ വെച്ച ശേഷം ഈ കണ്ടെയ്നർ മൊത്തമാണ് നിങ്ങൾ വിത്തിൻ ഫ്യൂ അവേഴ്സിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 5 to 6 അവേഴ്സിനുള്ളിലെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക. എത്ര ഏർലി എത്തിക്കുന്നോ അത്രയും നല്ലതാണ്. ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. എന്താണെന്ന് നോക്കാം. ഒന്ന്, ആ കട്ടായ ഭാഗം ചളി പുരണ്ടിരിക്കുകയാണ്, മണ്ണ് പുരണ്ടിരിക്കുകയാണെന്ന് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴുകുക, ഉരച്ച് കഴുകുക എന്നിവ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ ഡയറക്റ്റ് ഐസ് ക്യൂബിൽ വെച്ച് കൊണ്ടുവരാൻ പാടില്ല. ഡയറക്റ്റ് ഐസുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അത് കോശങ്ങളുടെ നാശത്തിലേക്ക് പോവുകയും അത് റീകൺസ്ട്രക്ഷൻ ഫെയിലിയറിലേക്ക് പോവുകയും ചെയ്യും. ഈ ആൽക്കഹോൾ കൊണ്ട് വാഷ് ചെയ്യുക, ബീറ്റാഡിന് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ സ്പിരിറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഡ്രൈ ഐസ് ഉപയോഗിക്കാതിരിക്കുക. കട്ടായ ഭാഗം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ബൈ ചാൻസ് ലേറ്റ് ആവുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കാൻ ശ്രമിക്കുക. ഫ്രീസ് ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു 80% അത് റീകൺസ്ട്രക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.